എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ തമ്പനയിൽ കണ്ടിരിക്കുന്ന പോലെ തന്നെ RRB ഗ്രൂപ്പ് ഡി എക്സാമുകൾക്കൊക്കെ ഓൾറെഡി നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി സെയിം സ്കോർ എത്ര മാർക്ക് തൊട്ടുള്ളതാണ് നമ്മുടെ സേഫ് ആയിട്ടുള്ള സ്കോർ എന്നും അതേപോലെ തന്നെ ആർക്കൊക്കെയാണ് അടുത്ത സ്റ്റേജിലേക്ക് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങാൻ സാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നിലവില് നിങ്ങൾക്കറിയാം ഇന്ന് February 14th ആണ്. നമുക്ക് February 14th ഒരു ഈവനിങ് ആവുമ്പോഴേക്കും RRB ഗ്രൂപ്പ് ഡിയുടെ ആൻസർ കീ പബ്ലിഷ് ചെയ്യും. ഇൻ കേസ് ഇന്ന് പറ്റിയില്ല എങ്കിൽ നാളെ തന്നെ മാക്സിമം നാളെ വിട്ട് പോവില്ല, നാളെ ഒരു ഈവനിങ്ങിനുള്ളിൽ തന്നെ നമ്മുടെ ആൻസർ കീ എന്ത് ചെയ്യും റെയിൽവേ റിലീസ് ചെയ്യുമെന്നാണ് നമുക്ക് ഒഫീഷ്യലി അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ കഴിഞ്ഞ RRB ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ നോർമലി ഏതൊരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന പോലെ നിങ്ങളൊരു PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ പോയിട്ട് ഈ ഒരു പരീക്ഷയെ നോക്കി കണ്ടു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് സ്റ്റാൻഡേർഡ് വ്യത്യാസമാണ് അല്ലെ. RRB ഗ്രൂപ്പ് ഡിയുടെ മാത്സ് ആവട്ടെ സയൻസ് ആവട്ടെ നമ്മുടെ ലെവല് സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ മോഡ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ വ്യത്യാസമായിട്ട് നിൽക്കുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് അപ്പൊ ഈ കഴിഞ്ഞ RRB ഗ്രൂപ്പ് ഡി ചെറിയ മാർക്കിൽ പോയ ആളുകളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ നമുക്ക് RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പഠനം എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എത്രയായിരിക്കും നമുക്ക് ഈ പരീക്ഷയുടെ അല്ലെങ്കിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടിയവർക്ക് സേഫ് സോൺ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും? ഏകദേശം നമുക്കൊരു 75 മാർക്കിനും 80 മാർക്കിനും ഇടയിലുള്ളവർക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത ഫിസിക്കൽ ടെസ്റ്റ് ഉള്ള പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റിന്റെ പ്രാക്ടീസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഓരോ സോൺ വൈസ് ആയിട്ട് ചിലപ്പം ഈ ഒരു മാർക്ക് കൂടാം, ഈ ഒരു മാർക്ക് കുറയാനുള്ള സാധ്യതയുണ്ട് എക്സാമിന്റെ മോഡ് അനുസരിച്ച്. പിന്നെ ഡിഫറെന്റ് കാറ്റഗറി അനുസരിച്ച് നമ്മുടെ OBC അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി അതനുസരിച്ച് നമുക്ക് വീണ്ടും അവിടെ എന്താവാനുണ്ട് ഈ പറയുന്ന രീതിയിലുള്ള മാർക്ക് താഴാനോ അല്ലെങ്കിൽ അതനുസരിച്ച് കയറി വരാനുള്ള സാധ്യത നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ റെയിൽവേ എക്സാം എന്ന് പറയുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചൊരു അവസരം തന്നെയാണ് അല്ലെ. നമുക്ക് ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പണിപ്പാടുകൾ എന്തുകൂടി ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് കൂടി നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്കിനേക്കാൾ കൂടുതലായിട്ട് സ്മാർട്ട് വർക്ക് ആണ് നമ്മളെ അങ്ങോട്ടേക്ക് എത്തിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന രീതി അനുസരിച്ച് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മെയിൽ കാറ്റഗറിയിലും ഫീമെയിൽ കാറ്റഗറിയിലും 2 ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടാണ് നമുക്ക് ഫിസിക്കൽ വരുന്നത്. അപ്പൊ അവിടെ തന്നെ 15 കിലോഗ്രാം വെയിറ്റ് മെയിലിനും 20 കിലോഗ്രാം വെയിറ്റ് ഫീമെയിലിനും വരുന്നുണ്ട്. അപ്പൊ ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന 100 മീറ്റേഴ്സ് ടൈം ലിമിറ്റ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ 1000 മീറ്റേഴ്സ് റണ്ണിങ് ആണ് 4 മിനിറ്റ്സും 15 സെക്കൻഡ്സും ഫീമെയിലിന് 5 മിനിറ്റ്സ് 40 സെക്കൻഡ്സ് ആണ് പറയുന്നത്. നമുക്ക് അതിന് ഒരുപാട് ചാൻസ് ഒന്നും തരത്തില്ല. ഒരൊറ്റ ചാൻസ് മാത്രമാണ് അലോട്ടഡ് അറ്റംപ്റ്റ്സ് എന്ന് പറയുന്നത് 1 മാത്രമാണ് നമുക്ക് അവിടെ വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ. ഇനി അതേപോലെ തന്നെ നമുക്ക് കാറ്റഗറി അനുസരിച്ച് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നതില് 75 എന്ന് നമ്മൾ പറയുന്നെങ്കിൽ പോലും അത്യാവശ്യം നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം സേഫ് സ്കോർ എന്ന് പറയുന്ന ഒരു 70+ സ്കോർ ചെയ്തിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ഒരു എക്സാമില് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി OBC ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് 1-2 മാർക്ക് ജനറൽ കാറ്റഗറിനേക്കാൾ കുറയാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി SC/ST ആണെങ്കിൽ 3 മുതൽ 6 മാർക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? അവിടെ മാർക്ക് കുറയാനായിട്ട് സാധ്യതയുണ്ട്. EWSന് നമുക്ക് OBC കാറ്റഗറിയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ പറയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഈ കഴിഞ്ഞ എക്സാമുകളിൽ മെജോറിറ്റി ആളുകൾക്ക് ഒരു എക്സാം റെയിൽവേ എക്സാം PSC പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് ആ ഒരു ലെവൽ കണ്ടുപോയി എഴുതിയിട്ടുള്ളവരുണ്ടാകാം. പക്ഷെ അവിടെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്ന സയൻസിന്റെ ഒക്കെ ആണെങ്കിലും നമ്മുടെ സിലബസ് സെയിം ആണ്, പീരിയോഡിക് ടേബിൾ, ആറ്റം. പക്ഷെ ദ വേ ഓഫ് ക്വസ്റ്റ്യൻ എന്നുള്ളതാണ് നമുക്ക് അവിടെ എന്ത് വരുന്നത് ഡിഫറൻസ് വരുന്നത്. ഫിസിക്സ് ആണെങ്കിൽ പോലും നമുക്ക് ആപ്ലിക്കേഷൻ ലെവലും ഒരുപാട് മാത്തമാറ്റിക്കലി പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതാണെങ്കിൽ പോലും നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ്ലി നമുക്ക് മാറ്റിക്കളയാൻ പറ്റില്ല. ഇപ്പൊ ലൂസന്റിനെയും NCERT അതായത് 8, 9, 10 CBSE സ്കൂളിലെ NCERT ടെക്സ്റ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സസൈസ് ലെവലിലൊക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ
എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ പഠനം എന്ത് ചെയ്യണം, കുറച്ചുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ വരുന്ന 2026 പരീക്ഷ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വിജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇന്ന് മുതൽ നമുക്ക് പഠനം ആരംഭിക്കാം. നിങ്ങൾ റെഡി ആണ് എങ്കിൽ ഏകദേശം ഒരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് RRB ഗ്രൂപ്പ് ഡി ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മളുടെ മുന്നിൽ ഏകദേശം ഇനി ഒരു വർഷത്തോളം നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ഇപ്പോഴേ മുതൽ നമ്മൾ കുറേശ്ശായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വരുന്ന എക്സാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഗൈഡൻസ്, NCERT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, ലൂസൺ മോഡൽ MCQs, മോഡൽ ഫുൾ ലെങ്ത്, മോഡൽ എക്സാംസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മളുടെ കോഴ്സിൽ നമ്മൾ കൊടുക്കുന്നത്. 1999 രൂപയാണ് നമ്മളുടെ എക്സാം ഫീസ് വരുന്നത്. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്, മലയാളത്തിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പൊ ആർക്കെങ്കിലും ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കൂ, നമ്മളുടെ കോഴ്സ് പർച്ചേസ് ചെയ്യൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.